പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ നടക്കും. അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും. എന്താ ഇത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നേരെ നടക്കണം. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വരുത്താനുള്ളതല്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിച്ചേക്ക്, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്ക്. അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അത് കയറി കാണാനും സാധിക്കും. നിങ്ങൾ ഈ ജടായുപാറ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പണ്ട് രാമരാവണ യുദ്ധ സമയത്ത്, അല്ലെങ്കിൽ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത്, ജടായു എന്ന് പറയുന്ന ഒരു വലിയ പക്ഷി രാവണനോട് യുദ്ധം ചെയ്യുകയും രാവണന്റെ ആയുധത്തിന്റെ വെട്ടേറ്റ് ആ പക്ഷിയുടെ ചിറകറ്റ് താഴെ വീഴുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതൊരു പാറയുടെ പുറത്താണ് വീണത്. അപ്പോൾ ആ പക്ഷി വീണ സ്ഥലമാണ് ജടായു പാറ എന്ന പേരിൽ പിന്നെ അറിയപ്പെട്ടത്. നമ്മൾ ഈ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോഴും ഈ പാറ നമുക്ക് കാണാൻ കഴിയും. അവിടെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 2017 വലിയ പക്ഷിയുടെ ഒരു ശില്പം സ്ഥാപിക്കുകയും ആ ശില്പം കാണാൻ ഒരുപാട് പേര് എത്തുകയും അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു. അതാണ് ജടായു എർത്ത് സെന്റർ. ഈ ജടായു എർത്ത് സെന്റർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്, പക്ഷെ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എന്തിനാണ് ഈ ഒരു വിഷയം എടുത്തെന്ന് ചോദിച്ചാൽ, ഈ ജടായു എർത്ത് സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജടായു പാറ എന്ന് പറയുന്ന ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഏകദേശം അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ? രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന സംവിധായകനാണ് ആ ശില്പമൊക്കെ രൂപകൽപ്പന ചെയ്തതും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് അതിന്റെ ഓണർക്ക്, ആ സ്ഥലത്തിന്റെ ഓണർക്ക് റെന്റ് കൊടുക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. വാടക കൊടുക്കാതെ നമുക്കൊരു സ്ഥാപനം നടത്താൻ പറ്റുമോ? മറ്റൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു സ്ഥാപനം നടത്താൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഏകദേശം അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരുപാട് രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താലും ആ സ്ഥലത്തിന് റെന്റ് കൊടുക്കണ്ടേ? ഇതിന് ഉടമസ്ഥൻ പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് 1 രൂപ പോലും വാടക തന്നിട്ടില്ല. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നു, ഇനി എനിക്കത് പറ്റില്ല. ഈ ഉടമസ്ഥന് ഇപ്പോഴും അതിന്റെ ലാൻഡ് ടാക്സും പല പല നികുതികളും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇയാൾ ഇതിന്റെ വാടക കൊടുക്കുന്നില്ലെന്നാണ് ഉടമസ്ഥൻ പറയുന്നത്. നമുക്ക് ബാക്കി കൂടെ കാണാം. പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ നടക്കും. അതിന് കഴിവുള്ള ആൾ തന്നെയാണ് ഡോക്ടറും. എന്താ ഇത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രസ്ഥാനം നേരെ നടക്കണം. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വരുത്താനുള്ളതല്ല ചടയമംഗലം ജടായുപാറ ടൂറിസം. ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. ഒരു ഡോക്ടറുടെ പ്രോപ്പർട്ടിയാണിത്. ഞാൻ അതിന്റെ ഫീ സ്ട്രക്ചർ നോക്കിയപ്പോൾ, അതായത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 500 രൂപയ്ക്ക് മേളിലാണ് അവിടുത്തെ ഫീ വരുന്നത്. അപ്പൊ ഇത്രയും എമൗണ്ട് മേടിച്ചിട്ട് ഒരുപാട് ആളുകൾ അവിടെ ദിവസവും പോകുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ അവരുടെ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ഇത്രയും ആൾക്കാരിൽ നിന്ന് വാങ്ങുന്ന കാശ് എങ്ങോട്ടാണ് പോകുന്നത്? ആ പ്രോപ്പർട്ടിയുടെ ടാക്സ് കൊടുക്കുന്നത് സ്ഥലത്തിന്റെ ഓണറാണ്. അപ്പൊ ഈ കാശ് മുഴുവൻ ഇയാൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? പിന്നെ പാർക്കിംഗ് ഫീ ആയിട്ട് നല്ലൊരു എമൗണ്ട് വാങ്ങുന്നുണ്ട്. ഓരോ രീതിക്കും ഇവർ കാശ് ഈടാക്കുന്നുണ്ട്. പക്ഷേ ഈ പൈസയിൽ നിന്ന് വാടക കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്ത വ്യക്തിനെ അവിടുന്ന് പുറത്താക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ഈ സെന്റർ മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇനി നടത്താൻ പാടില്ല എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ഓണറുടെ വാക്കുകളോട് കേൾക്കാം. 70 മാസമായിട്ട് ഈ വഞ്ചകൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. 10 വർഷം ക്ഷമിച്ചു. കാശ് മുടക്കി ഒരു സ്ഥലം വാങ്ങിച്ചു, അത് ചില വ്യക്തികൾക്ക് വാടക കൊടുത്തു. അത് ഈ ഒരു സെന്റർ നല്ല രീതിയിൽ പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും. 2017 ഈ സ്ഥാപനം വരുന്നത്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് 10 വർഷമായി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പൊ 2025 ഇത്രയും കാലമായിട്ടും വാടക കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ പോലും 1 മാസം, 2 മാസം, 3 മാസം, മാക്സിമം ഒരു 5 മാസമൊക്കെ വാടകക്കാർ ക്ഷമിക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ അവർ പറയും ഇറങ്ങിക്കൊള്ളാൻ പറയും. നമുക്ക് എന്തായാലും ഈ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. ഇങ്ങനെ ആള് പറ്റിക്കുന്ന, ഇങ്ങനെ ഞാൻ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നാട്ടിൻ്റെ ഒരു നല്ല പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഈ ജടായു സെന്റർ കെട്ടിടത്തിന് ഞാൻ ഒരാഴ്ച മുമ്പ് 90,000 രൂപ 89,000 രൂപ ബിൽഡിംഗ് ടാക്സ് അടച്ചു. എന്റെ കെട്ടിടം ഞാൻ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നു, ഈ ഭൂമി ഞാൻ കരം അടയ്ക്കുന്നു, 3 ഏക്കർ ഭൂമി. പക്ഷേ എനിക്ക് വാടക തരത്തില്ല. ഇത് കൊണ്ടൊരു വഞ്ചനയുണ്ട്. ക്ഷമിക്കാൻ 10 വർഷം ഞാൻ ക്ഷമിച്ചു. 10 വർഷം ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലവും എനിക്ക് ഒഴിഞ്ഞു തരണം. അതെന്റെ പറയാം. ഞാൻ എന്നെ അധികാര സ്ഥാനങ്ങളിലെല്ലാം വെള്ളമെല്ലാം ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ ടൂറിസ്റ്റ് കേന്ദ്രം അടയുന്നതോടുകൂടി ആളുകൾക്ക് അവിടെ പ്രവേശനമില്ലെന്ന് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇതിന്റെ ഓണർ ചിന്തിക്കേണ്ട ഒരു കാര്യം, റെന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൈമാറുക. ഇനി പറ്റായില്ല, കാരണം അത്രയും എമൗണ്ട് ആണ് അവിടെ കളക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് പിന്നെ റെന്റ് കൊടുത്തുകൂടാ? റെന്റിനെടുത്ത പ്രോപ്പർട്ടി ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അവിടെ നടത്തുന്നത്. അപ്പൊ മാസം എന്തുകൊണ്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ല? അതും ഇത്രയും വർഷങ്ങളായിട്ട്. ഇത്രയും നാൾ ഇത് നടത്താൻ സമ്മതിച്ച ഡോക്ടർ, അദ്ദേഹത്തിന്റെ മനസ്സിനെ നമ്മൾ നമിക്കണം. കാരണം ഒരു നല്ലൊരു സ്ഥാപനമാണ്, അത് നടന്നു പോകുന്ന ഈ പൊക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചതായിരിക്കാം. എത്രമാത്രം അദ്ദേഹം അത് സഹിക്കാൻ തയ്യാറാവുന്നു, അത്രമാത്രം അദ്ദേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ മോമുടി നടയുവാണ്. ഓർമ്മയാവുകയാണ് എന്റെ കണക്ക്.
അതിന് വേണ്ട ഡോക്ടറായിട്ട് സംസാരിച്ച് പുള്ളിയുടെ പേയ്മെന്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവരും ജോലി നഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടന്നു. അതിനുള്ള മാനേജിന്റെ ഭാഗത്ത് നിന്നുള്ള തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ പേയ്മെന്റ് കൊടുത്തെങ്കിൽ ഇന്ന് ഇതിന്റെ അവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു. ഒരാൾ ഇത്രയും പൈസ കയ്യിൽ നിന്ന് മുടക്കി ബിൽഡിംഗും വെച്ച് ഈ ഇത്രയും പ്രോപ്പർട്ടി 10 വർഷമായിട്ട് റെന്റിന് കൊടുത്തിട്ട് നമ്മളാണെങ്കിൽ കേൾക്കും ഈ ഇത്രയും വാടക 1 രൂപ പോലും കൊടുക്കാതെ നടത്തിക്കൊണ്ട് പോകാൻ സമ്മതിക്കും. ഒരു മുറി ആ വാടകയ്ക്ക് എടുത്ത 5 ദിവസം കഴിഞ്ഞാൽ ഇറക്കി വിടും എന്നെയോ നിങ്ങളെയോ. അപ്പൊ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് ഇത്രയാണ് ഇനിയെങ്കിലും അയാളുടെ പേയ്മെന്റ് കൊടുക്കണ്ടേ? നമ്മളതിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം നാട്ടുകാരെന്നല്ലേ പറയുന്നത്. ഈ ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഒരുപാട് പേര്, അത് കേരളത്തിനകത്തായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ, ഈ സ്ഥലം അറിഞ്ഞു തുടങ്ങിയത് ഈ സെന്റർ വന്നതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കുറേയൊക്കെ ക്ഷമിച്ചു, പോട്ടെ മുന്നോട്ട് പോട്ടെ, നാട്ടുകാരായിക്കോട്ടെ കുറെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഒട്ടും പറ്റുന്നില്ല അവർക്ക്. ഈ ഓണർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റണ്ടേ? 90,000 രൂപ ബിൽഡിംഗ് ടാക്സ് കൊടുത്തെന്ന് പറയുമ്പോൾ ലാൻഡ് ടാക്സ് വേറെ കൊടുക്കണം, പിന്നെ സെസ്, അത് ഇത് ഗവൺമെന്റിന്റെ ഓരോ നികുതികളും ഇദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വരുമാനം കിട്ടുന്നുമില്ല. എന്തായാലും ലക്ഷക്കണക്കിന് രൂപ ഇദ്ദേഹത്തിന് റെന്റായിട്ട് കൊടുക്കാനുണ്ടാവും. ആ എമൗണ്ട് കിട്ടിയാലേ ഇദ്ദേഹത്തിന് മുന്നോട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? വരുമാനം ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് പക്ഷേ ദിവസവും അനേകം ആൾക്കാരുടെ വന്നു പോകുന്നുണ്ട്. നഷ്ടമാണെങ്കിൽ അതിൽ എന്നേ പൂട്ടി പോയേനെ. ബഹുമാന്യനായ അന്തരിച്ചു പോയ നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഈ നാട്ടില് എല്ലാം നാടറിയുന്ന, നാട്ടുകാരറിയുന്ന, ലോകമറിയുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇത് മാറും എന്ന് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ സ്ഥിതികൾ ഓരോ ദിവസവും വഷളായി വരികയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരെയും ബഹുമാന്യനായ ശബരിഗിരി ഡോക്ടർ ജയകുമാർ സാർ, അദ്ദേഹം ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ സർവ്വ മേഖലകളിലും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ആളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ടൂറിസത്തിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം എല്ലാ മനസ്സോടുകൂടി കോടിക്കണക്കിന് രൂപ ഇവിടെ മുടക്കി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിന്റെ മാനേജ്മെന്റായ രാജീവ് ബൻസലിന് അത് വിട്ടുകൊടുത്തു. എന്നിട്ട് എന്താ സ്ഥിതി? അദ്ദേഹം മാസങ്ങളോളം വർഷങ്ങളോളം കേസുമായിട്ട് കോടതിയിൽ നടക്കേണ്ട സ്ഥിതി. എന്താ ഇത്? തൊഴിലാളികളെ പറ്റിച്ചു, ഇവിടുത്തെ ഇൻവെസ്റ്റർമാരെ പറ്റിച്ചു, ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരെ മൊത്തം പറ്റിച്ചു, ചടയമേലെടുത്ത പൊതുജനങ്ങളെ മൊത്തം പറ്റിച്ചു. ഇതിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിന്ന മൊത്തം ആൾക്കാരെയും പണം കൊടുക്കാനുണ്ട്. സാധനങ്ങൾ എടുത്ത ചടയമേലെടുത്ത കുന്നത്തെ ട്രേഡേഴ്സ് സജീവന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ശ്രീവട്ടം ബാബുവിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഡോക്ടർക്കാണെങ്കിൽ അത് കോടിയോക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രീതിയിൽ ഒരു മനുഷ്യൻ ഗവൺമെന്റിനെ പറ്റിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇതിന്റെ ഒരു വിഹിതം 2% ഗവൺമെന്റിന് അടയ്ക്കേണ്ട തുകയാണ്. യഥാർത്ഥത്തിൽ ഇത് സുതാര്യമായ രീതിയിൽ തന്നെ അതിന്റെ ടിക്കറ്റ് ഉൾപ്പെടെ ഓൺലൈനിലാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെന്നാൽ മാത്രമേ കറക്റ്റ് കണക്ക്. അദ്ദേഹം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്, കൃത്യമാണ്. രാജീവ് ബൻസൽ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു വരുന്നത്. അദ്ദേഹമാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ കാശ് കൊടുക്കാനുള്ളത്. ഇത് നിർത്തിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടം വരുന്നത് ഈ സ്ഥാപനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ, അവരുടെ ജോലി നഷ്ടമാവും. അതുവഴി കുറേ കുടുംബങ്ങൾ പട്ടിണിയാവും. അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ഡോക്ടറുടെ കാശ് കൊടുത്ത്, അതായത് ആ വാടക കൊടുത്ത് തീർത്ത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്തിനാണ് മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ്? ചതിച്ചുണ്ടാക്കിയാൽ എവിടം വരെ പോകും? ഇതിനൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവട്ടെ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഈ പറയുന്ന ജഡായു പാറയിൽ പോയിട്ടുണ്ടോ? ശരിക്കും പുറമേ നിന്ന് കാണാൻ ഭയങ്കര രസമാണത്. ഞാൻ ആ പക്ഷി കിടക്കുന്ന ആ ഒരു സംഭവമൊക്കെ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴേ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യൂ. അവിടുത്തെ ഫീസിന്റെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പറയൂ. അപ്പം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.